നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു രീതിയിലും പരിഹരിക്കാനാവാത്ത ഒരു കൂട്ടം പ്രശ്നങ്ങളാ ഇപ്പൊ നിന്റെയും സുമിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. ഇപ്പൊ നീ എടുത്ത തീരുമാനങ്ങൾക്കെല്ലാം നിന്റേതായ ന്യായങ്ങളുണ്ടാവും. പക്ഷേ എല്ലാത്തിന്റെയും ഫലം വേദനയും സങ്കടവും മാത്രമാണെങ്കിൽ വാശിയും വൈരാഗ്യവും വേണ്ട മോനെ. ഒക്കെ വിട്ടുകളഞ്ഞേക്ക്. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അമ്മേ അവരെന്നോട് ചെയ്തത്. മരിച്ചു പോയവരങ്ങ് പോയി. എനിക്കാണെങ്കിലും ഇനി എത്ര കാലം കൂടി? സുമിതയെ സങ്കടപ്പെടുത്താതിരിക്കാനാ നീ നോക്കേണ്ടത്. ഞാനിതൊന്നും ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയല്ല അമ്മേ, ആരെയും ബോധിപ്പിക്കാനുമല്ല. എനിക്ക് സത്യമെന്നും ന്യായമെന്നും തോന്നുന്നതിന് വേണ്ടിയാ ഞാൻ നിൽക്കുന്നത്. ഒരു മകനെന്ന നിലയിൽ മരിച്ചുപോയ എന്റെ അച്ഛനോടും ഇത്രയും നാളും പിരിഞ്ഞു കഴിയേണ്ടി വന്ന എന്റെ അമ്മയോടും എനിക്കൊരു കടമയുണ്ട്, ഒരു കടപ്പാടുണ്ട്. അതൊന്നും മറന്നു കളയാൻ എനിക്ക് പറ്റില്ല അമ്മേ. 10-30 വർഷം എന്നെ ഒരു നോക്ക് കാണാൻ അമ്മ കൊതിച്ചു കഴിഞ്ഞതല്ലേ. നഷ്ടപ്പെട്ടു പോയ ആ വർഷങ്ങളുടെ സന്തോഷം ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിച്ച് തിരിച്ചു പിടിക്കണമെന്ന് നമ്മൾ സ്വപ്നം കണ്ടതല്ലേ അമ്മേ. അമ്മയ്ക്ക് നിന്റെ സാമീപ്യം ഇത്രയും കെട്ടിയെടുത്തോളം മതി മോനെ. കൂടെ നിൽക്കുന്നവരെ, പ്രത്യേകിച്ച് സുമിയെ നീ വേദനിപ്പിക്കരുത്. നന്ദിതയും നിതീഷും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല എന്ന് അമ്മയല്ലേ ആദ്യം എതിർത്തത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ മനസ്സ് മാറാൻ മാത്രം എന്താ ഉണ്ടായേ? ഒരു വിവാഹം നടക്കരുതെന്ന് കരുതാൻ നമുക്ക് 100 കാരണങ്ങളുണ്ടാവും. പക്ഷേ അതാണ് ഏവർക്കും നല്ലതെങ്കിൽ അത് നടന്നോട്ടെ. നമ്മള് കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നതല്ലേ. അമ്മയ്ക്ക് അതൊരു പുതിയ കാര്യമല്ല മോനെ. സുമി എന്നോട് വന്നിരുന്നല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാമേ. അവൾ ഇവിടെ വന്നിരുന്നോന്ന്? വന്നിരുന്നു. പക്ഷേ മോനെ, അവളൊരു വാക്കുപോലും തെറ്റായിട്ടൊന്നും. പേടിക്കണ്ട, ഞാൻ ഇനി സുമിയോട് വഴക്കിനൊന്നും പോകുന്നില്ല. സുമിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല. അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല അമ്മേ. അമ്മ ഇതിൽ ഇടപെടരുത്. ഹലോ അമ്മേ. മോളെ നന്ദു, നീ ഇപ്പോഴും സങ്കടപ്പെട്ട് കിടക്കുകയാണോ? ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിലുണ്ടാവും. അതിനെല്ലാം തരണം ചെയ്തു വേണം നമ്മൾ മുന്നേറാൻ. ഇതിപ്പോ ഗിരിയേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു എതിർപ്പ് വരുന്ന നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അമ്മേ? എന്നെയും നിധിയേട്ടനെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു സുമിതേച്ചും ഗിരിയേട്ടനും. അവര് തന്നെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഞങ്ങളുടെ കല്യാണത്തിന് എതിർക്കാന്ന് പറഞ്ഞ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ, നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരാണ് അമ്മേ? ഗിരിയേട്ടനെ പോലെ ഒരാളെ എതിർത്താൽ പിന്നെ ഈ കല്യാണം എങ്ങനെ നടക്കാനാ? ഈ കല്യാണം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. നീ ഇങ്ങനെ കരയാതെ. ഗിരി ഒരാളെ എതിർത്തു എന്ന് വെച്ച് ഞങ്ങൾ ആരും നിന്റെ കൂടെ ഇല്ല എന്ന് വിചാരിക്കണ്ട. ഞാനും നവ്യയും സനുവും നിതീഷും എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കൂടെ കട്ടയ്ക്കുണ്ട്. പക്ഷെ നിന്റെ ചേച്ചി, അവള് നിന്റെ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഗിരിയേട്ടൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോ സുമേജിക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചേച്ചി ഞാൻ എന്തായാലും ഈ കാര്യത്തിൽ കുറ്റം പറയില്ല. അതൊക്കെ പോട്ടെ. ഈ കല്യാണം എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചു. ഇനി ഈ കല്യാണം നടക്കണമെങ്കിൽ മറ്റാരെക്കാളും കൂടുതൽ പരിശ്രമിക്കേണ്ടത് നീ ഒരാള് മാത്രമാണ് മോളെ. ഞാനൊരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ അമ്മേ? ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പക്ഷേ നീ മാത്രം മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യോ? അമ്മ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധയോടെ കേൾക്കണം.
നോ എന്ന് പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചാൽ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. ഈ കല്യാണം കഴിക്കാൻ വേണ്ടി അമ്മ പറയുന്ന എന്ത് ത്യാഗം സഹിക്കാൻ വേണേലും ഞാൻ തയ്യാറാ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം അമ്മ പറഞ്ഞാൽ മതി. അമ്മേ, ഇതൊക്കെ വർക്കൗട്ട് ആവോ? ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്ത ഗിരി പാട്ടും പാടി നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കും. ഇതല്ല ഇതിനപ്പുറമുള്ള വലിയ കാര്യങ്ങൾ വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മ പറഞ്ഞാ മതി. ശരി മോളെ, എനിക്ക് നിന്നെ എന്റെ മരുമോളായി ഈ വീട്ടിൽ കിട്ടണം. അതിനുവേണ്ടിയാ അമ്മ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്. എന്തായാലും ശരി, ഞാൻ നിന്നെ വിളിക്കാം. ആ. ഗിരി, നീ നോക്കിക്കോ. നീ എത്ര എതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തി കാണിക്കും. എന്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ? അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതിന്റെ പേരിൽ എന്റെ തീരുമാനം മാറാനും പോകുന്നില്ല സുമി. എന്റെ അമ്മയുടെ അവസ്ഥയും ആദ്യം ഒരുപക്ഷെ ഗിരിയുടെ അമ്മയ്ക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്ത് മുഖം കൊണ്ടാ ചെന്ന് നിൽക്കേണ്ടത്? അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നന്ദുവിനെ ഓർത്ത് ഒരുകുന്ന മനസ്സോടെയുള്ള എന്റെ അമ്മയുടെ കിടപ്പേ ഞാൻ എങ്ങനെയാ കണ്ടു നിൽക്കേണ്ടത്? ഗിരി എന്നെ ഇത്രത്തോളം മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സുമി, ഞാൻ മനസ്സിലാക്കാത്തതല്ല. വീട്ടുകാരുടെ മുമ്പിൽ സുമി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുമിയുടെ വീട്ടുകാരുടെ വേദനയും എനിക്കറിയാം. എന്റെ മുന്നിൽ ഇപ്പോഴുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ്. എന്റെ അച്ഛനെ അമ്മയും ദ്രോഹിച്ചവരോട് അറിഞ്ഞുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല സുമി. അത് മനസ്സിലാക്കാത്തത് സുമിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.